കുഞ്ഞുങ്ങളെ, ഗ്ലാക്സ് ആണ്. ഇന്ന് നമ്മൾ 2024 SI മെയിൻസ് എക്സാം, ഡിഗ്രി മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ക്രാക്ക് ചെയ്യാൻ പ്രയാസമുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഡിസ്കഷൻ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് എൻ്റർ ചെയ്താലോ? ഒന്നാമത്തെ ചോദ്യം: 2000 ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിച്ചു. 2001 40% വർദ്ധിച്ചു. 2002 30% കുറഞ്ഞു. പിന്നെ പറയുന്നത് 2003 സ്റ്റാർട്ടിങ്ങിൽ എന്ന് വെച്ചാൽ ഈ 3 ചേഞ്ചസും വന്നു കഴിഞ്ഞപ്പം ആ സാധനത്തിൻ്റെ വില 980 ആയി മാറി. അങ്ങനെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 2000 തുടക്കത്തിൽ ആ സാധനത്തിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ. ഇനിഷ്യൽ കണ്ടീഷൻ, ആദ്യം അതിൻ്റെ വില എക്സ് ആയിരുന്നു. പിന്നെ ചേഞ്ചസ് വരും. എന്തൊക്കെ ചേഞ്ചാ? 25% കൂടി. എങ്ങനെ ചിന്തിക്കണ്ടേ? 100 ആയിരുന്നു ഒറിജിനൽ, 25 കൂടെ കൂടി ഇപ്പം എത്ര ഉണ്ട്? 125 ഉണ്ട്. ക്ലിയർ ആയോ? പിന്നെ 40% കൂടി. അതെങ്ങനെ ചിന്തിക്കേണ്ടത്? 100 ഉണ്ടായിരുന്നു, 40 കൂടെ വന്ന് എത്രയായി? 140 ആയി. പിന്നെ പറയുന്നത് 30% കുറഞ്ഞു. അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? 100 ഉണ്ടായിരുന്നു, 30 കുറഞ്ഞു, പിന്നെ എത്രയേ ഉള്ളൂ? 70 ഉള്ളൂ. ക്ലിയർ ആയോ? ഇങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ ആ ചേഞ്ചസിന്. അപ്പം ഞാൻ ആ ചേഞ്ചസ് ഒക്കെ അവിടെ നോട്ടീസ് ചെയ്തോട്ടെ. ശരി, ആദ്യത്തെ ചേഞ്ച് 25% കൂടി. അപ്പം ഞാൻ എഴുതി വെക്കുവാണ് എക്സ് ഇൻറ്റു 125%. ശരി, അടുത്ത ചേഞ്ച് എന്താ? 40% കൂടി. അപ്പം എഴുതി വെച്ചു 140%. അടുത്തത് എന്താ? 30% കുറഞ്ഞു. അതിനെ എങ്ങനെ എഴുതി വെക്കാം? 70% എന്ന് എഴുതി വെക്കാം. ഈ ചേഞ്ചസിൻ്റെയൊക്കെ കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് വില എത്രയായി മാറിയെന്നാണ് പറയുന്നത്? 980 ആയിട്ട് മാറി. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിനെ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. ശരി, പ്രൊസീഡ് ചെയ്താലോ? ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളെന്ന് ഈക്വേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. എക്സ് ഇൻറ്റു 125% എന്ന് പറഞ്ഞാൽ 125/100 ഇൻറ്റു 140% എന്ന് പറഞ്ഞാൽ 140/100 ഇൻറ്റു 70/100. ഇത്രയും ചെയ്യുമ്പോഴാണ് എത്ര കിട്ടേണ്ടത്? 980 കിട്ടേണ്ടത്. പ്രൊസീഡ് ചെയ്താലോ? ക്യാൻസലേഷൻ എന്നോടൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞേ. ഞാൻ 25 വെച്ച് ഇവന്മാരെ രണ്ടുപേരെയും വെട്ടാൻ പോവാം. 125-ന് 25 കൊണ്ട് വെട്ടിയാൽ 5 ആണ്, 100-ന് 25 കൊണ്ട് വെട്ടിയാൽ 4 ആണ്. അപ്പോൾ എഴുതിക്കോട്ടെ, എക്സ് ഇൻറ്റു 5/4 എന്ന് എഴുതി. ശരി, അടുത്തവനെ എങ്ങനെ വെട്ടാം? 20 വെച്ച് വെട്ടാലോ? 140-ന് 20 വെച്ച് വെട്ടിയാൽ 7 ആണ്, 100-ന് 20 വെച്ച് വെട്ടിയാൽ 5 ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് എഴുതി വെക്കാം 7/5 ഇൻറ്റു, അപ്പുറത്ത് പിന്നെ ഓരോരോ 0 ക്യാൻസൽ ആകുമ്പം 7/10. ഇത്രയും ചെയ്യുമ്പോഴാണ് വില എത്ര ആകുന്നത്? 980 ആയി മാറുന്നത്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക് ഇത്രയും? ഇനി ക്യാൻസലേഷൻ പെട്ടെന്ന് പറയാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. ഈ 5 എടുത്ത് കളയരുതോ. ഇനിയിപ്പം ബാക്കിയുള്ളവരെ അങ്ങ് ഗുണിച്ചെഴുതിയാലോ? ശരി, ഇവിടെ ഒരു എക്സ് ഉണ്ട്. മുകളിൽ ആരൊക്കെയാ? 7 × 7 49. ഓക്കെ, താഴെ ആരുണ്ട്? 4 × 10 40 ഉണ്ട്. ഇതിൻ്റെ വിലയാണ് 980. ക്ലിയർ ആണോ? എക്സിനെ മാത്രം ഒരു സൈഡിലിട്ട് ബാക്കി എല്ലാവരെയും അപ്പുറത്തൊന്നും കൊണ്ടുപോയാലോ? ഞാൻ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, റൈറ്റ് സൈഡിലോട്ട് എഴുതുക. എക്സിനെ മാത്രം ഒരു സൈഡിലിട്ടുകൊണ്ട് ബാക്കി എല്ലാവരെയും അപ്പുറത്തോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പം വലതുവശത്ത് ഓൾറെഡി ഒരു 980 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ കിടന്ന 40 അങ്ങ് മുകളിലോട്ടും കയറും. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കിടന്ന 49 അങ്ങ് താഴോട്ടും വരും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ക്യാൻസലേഷൻ എന്നോടൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് വെട്ടിപ്പോന്നേ? 49 × 2 അല്ലേ 98? നിങ്ങൾക്ക് അറിയാവുന്ന കഥയല്ലേ. ഒരു 0 അവിടെ ഉണ്ട്, മറക്കല്ലേ. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 20 × 40. 20 × 40 എത്രയാ? 800. 800 ആണ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ തുടക്കത്തിലെ വില. 800-ൻ്റെ പുറത്തേക്കാണ് ഈ 3 ചേഞ്ചസ് വന്ന് കയറിയപ്പം വില എത്രയായി മാറിയത്? 980 ആയി മാറിയത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം: 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/h വേഗതയിലും
അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അവസാന 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഓടുന്നു. അയാളുടെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആവറേജ് സ്പീഡിൻ്റെ ഷോർട്ട് കട്ടും എൽസിഎം മെത്തേഡും ഒക്കെ നമുക്കറിയാം. അതെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. കണ്ടീഷൻ എന്താ? ആ വ്യക്തി ട്രാവൽ ചെയ്ത ദൂരങ്ങൾ സെയിം ആണെങ്കിലാണ് ആ ഷോർട്ട് കട്ടൊക്കെ. ഇവിടെ ദൂരങ്ങൾ സെയിം ഒന്നും അല്ല. അപ്പം ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ ഞാനൊന്ന് എഴുതി നോക്കും. എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ചേ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ എന്തുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. ഒന്ന് എഴുതിക്കോട്ടെ. ഡിസ്റ്റൻസ് എത്ര? 20 കിലോമീറ്റർ ദൂരം എന്ത് സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്? 5 സ്പീഡിൽ ട്രാവൽ ചെയ്തു. പിന്നെ പറയുന്നത് അടുത്ത 14 കിലോമീറ്റർ അയാൾ 7 സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അടുത്ത നെക്സ്റ്റ് 16 കിലോമീറ്റർ അയാൾ 8 സ്പീഡിൽ ട്രാവൽ ചെയ്തു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഡിസ്റ്റൻസിൻ്റെ കോളം ഫില്ല്, സ്പീഡിൻ്റെ കോളം ഫില്ല്. ഇവിടെ നിന്ന് എന്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? സമയത്തിൻ്റെ കോളം കൂടി കണ്ടുപിടിക്കരുതോ? അതിനെന്താ ഷോർട്ട് കട്ട്? ഷോർട്ട് കട്ടൊന്നുമില്ല. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ച സമയമാണെന്നൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയാം. അപ്പം പറ, 20 കിലോമീറ്റർ ദൂരം 5 സ്പീഡിൽ സഞ്ചരിച്ചു. 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് കാണാൻ 20/5 4 മണിക്കൂർ എടുത്തു. അടുത്ത പറ, 14 കിലോമീറ്റർ ദൂരം 7 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ 14/7 2 മണിക്കൂർ. അടുത്ത പറ, 16 കിലോമീറ്റർ ദൂരം 8 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്നാണ് 16/8 2 മണിക്കൂർ. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇനി ഒന്നുമില്ല, ആകെ ആ വ്യക്തി എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കുക. എത്രയാ? 50 കിലോമീറ്റർ ഓട്ടമാണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ 50 കിലോമീറ്ററാണ് അയാൾ സഞ്ചരിച്ചത്. ഇനി എൻ്റെ കുട്ടികൾ ചിന്തിക്കുക, ഈ 50 കിലോമീറ്റർ സഞ്ചരിക്കാൻ അയാൾക്ക് എത്ര സമയം എടുത്തു? 4 2 6 2 8 മണിക്കൂറാണ് അയാൾക്ക് എടുത്തത്. ക്ലിയർ ആണോ? എന്താ കാണേണ്ടത്? ആവറേജ് സ്പീഡ് കാണണം. ആവറേജ് സ്പീഡ് കാണുന്ന ബേസ് ലെവൽ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസിനെ, ആകെ സഞ്ചരിച്ച ദൂരത്തിനെ ആകെ എത്ര സമയം എടുത്തു അതുകൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കഥ പറ. ആകെ അയാൾ സഞ്ചരിച്ച ദൂരം 50 കിലോമീറ്ററാ. എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ 8 മണിക്കൂർ എടുത്തു. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ 50/8 2 വെച്ച് 1 വെട്ടരുതോ? അപ്പോൾ എന്ത് വരും? 25/4 എന്ന് വരും. 25നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് എൻ്റെ കുട്ടികളെ? 6.25 അല്ലേ? കിലോമീറ്റർ പെർ അവർ. ഇതാണ് ആ വ്യക്തിയുടെ ശരാശരി വേഗത. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ ഷോർട്ട് കട്ടുകളോ എൽസിഎം മെത്തേഡോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് മെത്തേഡിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതിനെത്ര സമയം എടുത്തു, അതൊന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. സിമ്പിളാന്നേ. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. എക്സും വൈയും പ്രതിവർഷം എക്സ് 2,50,000 വൈ 5 ലക്ഷം ഇട്ട് ബിസിനസ് തുടങ്ങി. ഒരു വർഷത്തിന് ശേഷം എക്സ് ഒരു 2,50,000 രൂപ വീണ്ടും ഇറക്കി. വൈ ആണെങ്കിൽ 1 ലക്ഷം അങ്ങ് പിൻവലിച്ചു. എന്തായാലും 2 വർഷം കഴിഞ്ഞപ്പോൾ ടോട്ടൽ ലാഭം 6,60,000 കിട്ടി. അങ്ങനെങ്കിൽ ഓരോരുത്തരുടെയും ലാഭത്തിൻ്റെ പങ്കെത്ര? ഇതാണ് ചോദ്യം. ആദ്യം എൻ്റെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ടത് എക്സിനും വൈക്കും ഏത് അംശബന്ധത്തിൽ ഈ ലാഭത്തിനെ വീതം വെച്ച് കൊടുക്കണം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കണേ. എക്സിനും വൈക്കും ഏത് റേഷ്യോയിലാണ് ഈ ലാഭം വീതം വെക്കേണ്ടതെന്ന് നോക്കണം. കെയർഫുള്ളായിട്ട് ആ ചോദ്യത്തിനൊന്ന് ഡീൽ ചെയ്യുക. അപ്പം ഞാൻ റേഷ്യോ കാണാൻ പോവാം. റേഷ്യോ കാണാൻ പോകുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വലിയ വിലയൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കണം. എന്തായാലും എല്ലായിടവും 3 0 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തൂന്നും ആ 3 0 വെട്ടിപ്പോത്തല്ലേ ഉള്ളൂ. അപ്പം വാരി വലിച്ച് ഇവന്മാരെ എല്ലാം കൂടെ പെറുക്കി ഇങ്ങോട്ട് കാൽക്കുലേഷനിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. എക്സ് 250 ഇട്ടു, വൈ 500 ഇട്ടു, എക്സ് വീണ്ടും 250 ഇട്ടു, വൈ 100 കുറച്ചു. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരായോ? വെറുതെ കാൽക്കുലേഷൻ കോംപ്ലക്സ് ആക്കണ്ടല്ലോ. റേഷ്യോ കാണാൻ പോകല്ലേ, എന്തായാലും വെട്ടിപ്പോണ്ടവരല്ലേ. ശരി, എന്നാൽ ശ്രദ്ധിച്ച് പറ. ആദ്യത്തെ വർഷം എക്സ് എത്രയായിട്ടെ? 2,50,000. ശരി, 3 0 അങ്ങ് മാറ്റിക്കോ. അപ്പോൾ എക്സ് ഇട്ട എത്ര എന്ന് എഴുതി വെക്കാം? 250 എക്സ് ആദ്യത്തെ വർഷം ഇട്ടത്. ശരി, വയ്യോ 500 ഇട്ടു. ശരി, 5 ലക്ഷമാണ്. ഞാൻ 500 എഴുതുന്നുള്ളൂ. റേഷ്യോ കാണാൻ പോകുന്നതുകൊണ്ട് സിമ്പിളായിട്ട് വെട്ടിപ്പോവും അവർ. അടുത്ത വർഷത്തെ കഥ പറ. എക്സ് ഒരു 250 കൂടെ ഇറക്കി അല്ലേ? അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാ. ഓൾറെഡി ആദ്യത്തെ വർഷത്തെ 250 അയാളുടെ ബിസിനസ് കിടന്ന് ഓടുന്നുണ്ട് അല്ലേ?
വീണ്ടും ഒരു 250 കൂടെ ഇറക്കി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷം നമുക്ക് എത്ര യൂസ് ചെയ്യാം? ആ ബിസിനസ്സിലേക്ക് എക്സിൻ്റെ വകയായിട്ട് 500 കിട്ടും. 500 യൂസ് ചെയ്യാം. ആദ്യത്തെ വർഷത്തെ 250, രണ്ടാമത്തെ വർഷത്തെ 250, അങ്ങനെ 500 രണ്ടാമത്തെ വർഷം എക്സിൻ്റെ വകയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അവിടെ തെറ്റിക്കല്ലേ. അടുത്ത വയ്യയുടെ കഥ പറ. വയ്യ എന്താ ചെയ്തേ? 100 പിൻവലിച്ചു. 1,00,000 100 പറയുന്നുള്ളൂ ഞാൻ കേട്ടോ. 3 0 ഒഴിവാക്കി 100 പിൻവലിച്ചുകൊണ്ട് പോയി. അപ്പം 500 ഇല്ല. അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ വർഷം എനിക്ക് എത്രയേ ഉള്ളൂ ബിസിനസ്സിൽ ഇറക്കാൻ? 400 ഉള്ളൂ വയ്യൻ്റെ സൈഡിൽ നിന്ന്. കഴിഞ്ഞില്ലേ പരിപാടി? എൻ്റെ കുട്ടികൾ പറ. എക്സ് ടോട്ടൽ എത്ര ഇറക്കി? വൈ ടോട്ടൽ എത്ര ഇറക്കി? എക്സ് എത്ര ഇറക്കി? 500 250 750 എക്സ് ഇറക്കി. വൈ എത്ര ഇറക്കി? 900 വൈ ഇറക്കി. വെട്ടിക്കളയരുതോ? 0 0 ആദ്യം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. 0 0 പോട്ടെ. 75നെ 90നെ 15 വെച്ച് വെട്ടിക്കളയും എൻ്റെ കുട്ടികൾ. 15 വെച്ച് വെട്ടുമ്പം 75നെ 15 വെച്ച് വെട്ടിയാൽ 5, 90നെ 15 വെച്ച് വെട്ടിയാൽ എത്രയാ? 6. അപ്പോൾ റേഷ്യോ കിട്ടി 5:6 എന്ന അംശബന്ധത്തിലാണ് ലാഭം വീതം വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 5 പങ്ക് എക്സിന് കൊടുക്കണം, 6 പങ്ക് വൈക്ക് കൊടുക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ടോട്ടൽ എത്ര പങ്കായിട്ട് തിരിക്കണം? 5 6 11 പങ്കായിട്ട് തിരിക്കണം. അപ്പോൾ ഫ്രാക്ഷനിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, എക്സിന് എത്ര കൊടുക്കണമെന്ന് ചോദിച്ചാൽ മൊത്തം 11 പങ്കാക്കി തിരിക്കുന്നതിൽ 5 പങ്ക് എക്സിന് കൊടുക്കണം. അപ്പം വൈയുടെ കഥ എന്നോടൊന്ന് പറഞ്ഞേ. മൊത്തം 11 പങ്കാക്കി തിരിക്കുന്നതിൽ 6 പങ്കെടുത്ത് വൈക്ക് കൊടുക്കണം. ഇത്രയല്ലേ ഉള്ളൂ, കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു ഫ്രാക്ഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോയെ ബേസ് ചെയ്താണ് ഇവിടെ എന്ത് ചെയ്യേണ്ടേ? ലാഭത്തിനെ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഷെയറിങ് നടത്തിയാലോ? ശരി, എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. ആദ്യം നമുക്ക് ആരുടെ കഥ നോക്കാം. എക്സിന് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം അല്ലേ? മൊത്തം എത്ര ലാഭം കിട്ടി? 6,60,000 ലാഭം കിട്ടി. ഇതിൻ്റെ എത്ര എടുത്ത് എക്സിന് കൊടുക്കണം? 5/11 എടുത്ത് എക്സിന് കൊടുക്കണം അല്ലേ? നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ക്യാൻസലേഷൻ ഒന്ന് പറഞ്ഞേ. സിമ്പിളായിട്ട് വെട്ടിപ്പോത്തില്ലേ എൻ്റെ കുട്ടികളെ? 11 ഗുണം 6 66 അല്ലേ? പിന്നെ ആരുണ്ട്? ഒരു 6ഉം 5ഉം. 6 ഗുണം 5 30, പിന്നെ ഒരു 4 പൂജ്യങ്ങൾ എന്ന് വെച്ചാൽ എക്സിന് നമ്മൾ കൊടുക്കണ്ടേ എത്ര എന്ന് ചോദിച്ചാൽ 3 ലക്ഷം രൂപയാണ്. 5 പൂജ്യം കേട്ടോ. പൂജ്യങ്ങളൊക്കെ കറക്റ്റ് ഇടണേ. ലാസ്റ്റ് കറക്റ്റ് ഇടണേ. നമ്മൾ റേഷ്യോ കാണാൻ പോകുന്നതുകൊണ്ട് ആദ്യം വെട്ടി കളിച്ചത്. ഇതിപ്പോൾ ലാഭത്തിൻ്റെ വിഹിതം നോക്കുക. 6,60,000 5/11 എന്ന് വെച്ചാൽ 3 ലക്ഷമാണ് എക്സിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വയ്യയുടെ കഥ പറയരുതോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? വയ്യയുടെ കഥ എങ്ങനെ പറയാം? 6,60,000 റേഷ്യോ വെച്ച് കണ്ടുപിടിക്കുക. എന്നാലും സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിക്കരുതോ? 6,60,000 3 ലക്ഷം എടുത്ത് ആർക്ക് കൊടുത്തു? എക്സിന് കൊടുത്തു. ബാക്കി വൈക്ക് കിട്ടി. അപ്പം വൈക്ക് എത്രയാണ് കിട്ടിയേ? ബാക്കി 3,60,000 വൈക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? എക്സിനപ്പോൾ ആ ലാഭത്തിൻ്റെ 3 ലക്ഷവും വൈക്ക് 3,60,000 നമ്മൾ കൊടുക്കേണ്ടത്. എളുപ്പമല്ലേ എൻ്റെ കുട്ടികളെ? അത്രയേ ഉള്ളൂ, സിമ്പിളാന്നേ. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 46, 2 വണ്ടികളുടെ വേഗതയാണ് തന്നിരിക്കുന്നത് കേട്ടോ. എന്താ പറയുന്നത്? ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത്. 2 മിനിറ്റിനുള്ളിൽ അവർ പാസ് ചെയ്തു പോവുകയും ചെയ്തു. ആദ്യത്തെ വാഹനത്തിൻ്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം എത്രയാണ്? ട്രെയിനാണെന്നൊന്ന് അസ്യൂം ചെയ്താലോ? നീളം എന്നൊക്കെ പറയുമ്പോൾ ട്രെയിൻ വെച്ച് പറഞ്ഞാൽ ഒരല്പം കൂടി പറയുമ്പോൾ ഒരു സുഖം. ഓക്കെ, ശരി. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ റിലേറ്റീവ് സ്പീഡ്, ആപേക്ഷിക വേഗത കാൽക്കുലേറ്റ് ചെയ്യണം. ആപേക്ഷിക വേഗത കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കുട്ടികളുടെ കണ്ണ് ആദ്യം എവിടെ പോകണം? ഡയറക്ഷനിൽ പോകണം. നിങ്ങൾ പറ. ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ആപേക്ഷിക വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താ? വേഗതകളെ തമ്മിൽ കുറച്ച് വെക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വേഗതകളെ തമ്മിൽ കൂട്ടി വെക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള കഥകളാണ് ഇതൊക്കെ. അങ്ങനെങ്കിൽ ഇവിടുത്തെ ആപേക്ഷിക വേഗത പറ. 64 ആദ്യത്തെ ആളുടെ വേഗത, രണ്ടാമത്തെ ആളുടെ വേഗത 46. 64 - 46 ഇവിടുത്തെ ആപേക്ഷിക വേഗത 18 km/h. ഓക്കെ ആണോ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഫൈനൽ ആൻസർ മീറ്ററിലല്ലേ എടുക്കേണ്ടത്. ഒരു വാഹനത്തിൻ്റെ നീളം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കിലോമീറ്റർ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, യൂണിറ്റ് ഒന്ന് മാറ്റണം. അപ്പം ആപേക്ഷിക വേഗതയുടെ യൂണിറ്റ് ഞാൻ മാറ്റാൻ പോവാം. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ?
5/18 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ 18ഉം 18 ക്യാൻസലായി. അപ്പോൾ സ്പീഡ് ആപേക്ഷിക വേഗത എത്ര എന്ന് കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ശരി, ഇനി എന്താ തന്നിരിക്കുന്നത്? സമയം തന്നിട്ടുണ്ട്. സമയം എത്രയാ? 2 മിനിറ്റ് കൊണ്ട് ഇവർ പാസ് ചെയ്തു പോയെന്നല്ലേ പറയുന്നത്. സ്പീഡ് സെക്കൻഡിലാ കിടക്കുന്ന, സമയം മിനിറ്റിൽ കിടന്നാൽ പറ്റുമോ? ഓപ്പറേഷൻ എന്തെങ്കിലും നടക്കത്തില്ലല്ലോ. യൂണിറ്റ് സെയിം ആക്കണ്ടായോ? അപ്പോൾ സമയത്തിന് എന്തി പറയാൻ പറ്റണം? സെക്കൻഡിൽ പറയണം. 1 മിനിറ്റ് 60 സെക്കൻഡാ. അപ്പോൾ 2 മിനിറ്റ് എത്ര സെക്കൻഡ് എന്ന് വെച്ചാൽ 2 × 60 120 സെക്കൻഡ്. ഇനി നോക്കൂ എൻ്റെ കുട്ടികൾ, സ്പീഡായി ടൈമായി. ഡിസ്റ്റൻസ് കാണരുതോ? ഡിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? സ്പീഡ് ഇൻറ്റു ടൈമാ. സ്പീഡ് എത്രയാ? 5. സമയം ഇപ്പോൾ എഴുതിയല്ലോ 120. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 5 × 120 600 മീറ്റർ എന്ന് കിട്ടി. ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ പഠിച്ചിട്ടില്ലേ ട്രെയിൻ എന്ന ചാപ്റ്ററിൽ? ഈ കിട്ടിയ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റിക്കാതെ എന്നോട് പറയേണ്ട കുട്ടികളാ. ഈ കിട്ടിയ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ 2 തീവണ്ടികളുടെ നീളം കൂട്ടി വെക്കുന്നതാണ്. ഇവിടെ തീവണ്ടി എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി ആ 2 വാഹനങ്ങളുടെ നീളം ലെങ്ത് കൂട്ടി വെക്കുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 600 എന്ന് പറയുന്നത് ആദ്യത്തെ വാഹനത്തിൻ്റെ നീളമായ 150-നൊപ്പം രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം കൂട്ടി വെക്കുന്നതാ. അപ്പോൾ രണ്ടാമത്തെ വാഹനം L2 എന്നിട്ട് രണ്ടാമത്തെ വാഹനത്തിൻ്റെ ലെങ്ത് എന്നാ കേട്ടോ. ലെങ്ത് കാണാൻ 600 - 150 450 മീറ്ററാണ് ആ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ശ്രദ്ധിക്കാൻ 1-2 കാര്യങ്ങളുണ്ട്. സ്പീഡിൻ്റെ യൂണിറ്റ് മാറ്റണം, സമയത്തിൻ്റെ യൂണിറ്റ് മാറ്റണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന ഡിസ്റ്റൻസ് എന്താണ്? 2 ട്രെയിനിൻ്റെയും നീളം കൂട്ടുന്നതാണ് ആ ഡിസ്റ്റൻസ്. അതും ഓർമ്മയിൽ വരണം കേട്ടോ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരല്പം ടൈറ്റ് ചോദ്യം. അത് ചോയ്സ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അല്ലേ? വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ചോയ്സാണ്. ആക്യുറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നല്ലാതെ ഒരു പോംവഴിയില്ല. ഒരു ഗസ് വർക്കും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേഷൻ പോലും അവിടെ നടക്കത്തില്ല. ശരി, ഒരു ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന് മുകളിൽ 50 സെൻറ്റിമീറ്ററും താഴെ 32 സെൻറ്റിമീറ്ററുമാണ് വ്യാസം. 42 സെൻറ്റിമീറ്റർ ഉയരവും അതിനുണ്ട്. എങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റി എന്താ? വോളിയം കണ്ടുപിടിച്ച് വെക്കണം. ശരി, ഈ കഥകളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ തന്നിരിക്കുന്ന ഷേപ്പ് എന്താ എൻ്റെ കുട്ടികളെ? ഫ്രസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഒരു കോണിനെ കട്ട് ചെയ്തെടുക്കുന്നേ. ഇതാണ് ആ ഷേപ്പ്. ഓക്കെ ആണോ? ഒരു ബക്കറ്റിൻ്റെ ആകൃതി, ഇതാണ് സംഭവം. ഈ ചോദ്യത്തിൽ പറയുന്ന ഷേപ്പ് ഇതാ, ഫ്രസ്റ്റം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് വലിയ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R കുഞ്ഞുങ്ങളെ ക്ലിയർ ആവുന്നുണ്ട്? ഇവനാണ് ക്യാപിറ്റൽ R. അപ്പോൾ ഇതാരാ? ചെറിയ റേഡിയസ് ആണ്, സ്മാൾ R ആണ്. ഓക്കെ ആണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ? അവൻ്റെ ഹൈറ്റ് ആണ്. ഇതിനെ H എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഈ 3 പാരാമീറ്റേഴ്സ് മതി ഇവൻ്റെ വോളിയം കാണാൻ. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേ പറ്റൂ എൻ്റെ കുട്ടികൾ. കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിയാലോ? എന്നോടൊന്നും പറഞ്ഞേ. 1/3 πr²h ആണ്. കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr²h ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഈ ഇക്വേഷൻ ഏകദേശം സിമിലർ ആട്ടോ. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. 1/3 πr² എഴുതിയില്ല, πh എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? വലിയ റേഡിയസിനെ സ്ക്വയർ ചെയ്യണം, ചെറിയ റേഡിയസിനെ സ്ക്വയർ ചെയ്യണം, വലുതും ചെറുതും ഗുണിച്ചെഴുതണം. ഒന്നും കൂടെ 1/3 πh ഇൻറ്റു വലുതിനെ സ്ക്വയർ ചെയ്യണം, ചെറുതിനെ സ്ക്വയർ ചെയ്യണം, അവന്മാർ രണ്ടും കൂടെ ഗുണിച്ചെഴുതണം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഈ ഒരു ഇക്വേഷൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊസീഡ് ചെയ്താലോ? ചെയ്ത് നോക്കാം. ആക്യുറേറ്റ് വാല്യൂ എടുക്കണം. അതുകൊണ്ട് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും പ്രോപ്പറായിട്ട് നടക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കൽ കൂടി ഞാൻ വോളിയത്തിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കുക. വോളിയം കാണുന്ന ഇക്വേഷൻ ഒന്നും കൂടെ പറഞ്ഞ് എനിക്കൊപ്പം. 1/3 πh ഇൻറ്റു വലിയ ആളെ സ്ക്വയർ ചെയ്യണം, ചെറിയ ആളെ സ്ക്വയർ ചെയ്യണം, രണ്ടവന്മാരെയും കൂടെ ഗുണിച്ചെഴുതണം. R × R.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇവിടെ ഇല്ലല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. എഴുതിക്കോട്ടെ. അപ്പം വോളിയം കാണാൻ 1/3 ഇൻറ്റു ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് പോയാലോ. പൈക്ക് എത്ര കൊടുക്കാം? 22/7 എന്ന് കൊടുക്കാം. ഹൈറ്റ് എത്ര? 42 ചോദ്യത്തിൽ പറയുന്നുണ്ട്, അതും കൊടുത്തു. ഇനി ബ്രാക്കറ്റിലുള്ളവന്മാരുടെ കഥ. ക്യാപിറ്റൽ ആർ എത്രയാ? ശ്രദ്ധിച്ചേ പറയാവുള്ളൂ. ഈ തന്നിരിക്കുന്നത് എന്താ? വ്യാസമാണ് അല്ലേ? അപ്പം അതിൻ്റെ പകുതി 50ൻ്റെ പകുതി 25. അപ്പം ക്യാപിറ്റൽ ആർ 25 സ്ക്വയർ പ്ലസ് സ്മാൾ ആർ പറ. ഇത് തന്നിരിക്കുന്ന താഴത്തെ വ്യാസമാ. അപ്പം ആർ എത്രയാ? അതിൻ്റെ പകുതിയാണ്. 32ൻ്റെ പകുതി 16. 16 സ്ക്വയർ പ്ലസ് 25 ഗുണം 16. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ചെയ്തെടുത്താൽ മതി. ശരി, ക്യാൻസലേഷൻ പറയൂ എന്നോട്. എങ്ങനെ ഇവിടെ വെട്ടിക്കളയുന്നേ? വേണ്ട, ആദ്യം തന്നെ ഇവന്മാരെ ഒന്ന് വെട്ടിയിട്ട് ബാക്കി കഥ. 7നെ 42 കൂടെ അങ്ങ് വെട്ടാല്ലേ. 7 ഗുണം 6 42. ഗുണിച്ചങ്ങ് എഴുതിക്കോട്ടെ ഞാൻ. അപ്പോൾ അടുത്ത ഇല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ. വോളിയം കാണാൻ ഇങ്ങനെ എഴുതാം. 22/3 ഇൻറ്റു 6. ഓക്കെ ആണോ? 7 വന്നു, 42നെ വെട്ടി, പിന്നെ 6 ഉള്ളൂ. അവിടെ താഴെ ഒരു 3 ഉണ്ട്, മറക്കണ്ട. ഇനി അകത്തൊന്ന് ചെയ്തേ. 25ൻ്റെ സ്ക്വയർ 625. 16ൻ്റെ സ്ക്വയർ എത്ര? 256. 25 ഗുണം 25 ഗുണം 4 100. പിന്നെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ, 400. ഏകദേശം കാൽക്കുലേഷനൊക്കെ തീരാറായെന്നേ. ശരി, ഇവിടെ പറ. 22 ഗുണം 6 എത്രയാ? 132 എൻ്റെ കുട്ടികൾക്ക് അറിയാം. ഇല്ലെങ്കിൽ വേണ്ട, 3 6നും കൂടെ വെട്ടി പെട്ടെന്ന് പറയാമല്ലോ. 3 6 കൂടെ വെട്ടിയാൽ 2. 22 ഗുണം 2 44. ഒന്നും കൂടെ 3 6 കൂടെ വെട്ടിയാൽ 2. 22 ഗുണം 2 44. അപ്പം പുറത്ത് ആരാന്ന് ചോദിച്ചാൽ ഒരു 44 ഉണ്ട്. ഇനി അകത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അകത്തൊന്ന് കൂട്ടിയാലോ. 625ഉം 256ഉം 400ഉം കൂടെ ഞാൻ കൂട്ടാൻ പോവാ. 6ഉം 2ഉം 8 4ഉം 12. 25നെ 56നെയും കൂട്ടിയാൽ 81. അപ്പോൾ 1281 കിട്ടും. എഴുതിക്കോട്ടെ. അപ്പോൾ ആ ബ്രാക്കറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1281. ഇനിയും ഗുണിച്ചെടുക്കണം, അല്ലാതെ ഒരു മാർഗവും ഇല്ല. ഗുണിക്കട്ടെ ഞാൻ, ശ്രദ്ധിച്ചേ. 1200. ഈ ചോയ്സുകൾ ഇത്രയും ക്ലോസ്ലി പാക്കഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു ഏകദേശ ആൻസർ എടുത്താൽ മതിയെന്ന്. പക്ഷേ ഇവിടെ അത് നടക്കത്തില്ല. ഗുണിച്ചെടുക്കാവുന്നൊരു മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ ഗുണിക്കാൻ പോകും. എനിക്കൊപ്പം ഒന്ന് പറഞ്ഞേ. 1 4 4. 8 ഗുണം 4 32 ശിഷ്ടം 3. 4 2 8 3 11 ശിഷ്ടം 1. 1 4 4 1 5. 5124. ഒരു 5124 കൂടെ എഴുതി വെച്ചാൽ പോരെ. വീണ്ടും 4 കൊണ്ട് തന്നെയല്ലേ ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്? ശ്രദ്ധിച്ചു കൂട്ടിയേ. 51 5ഉം 56. 2 1 3. 4 2 6 4. 56 364 കിട്ടും. അപ്പോൾ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എൻ്റെ കുട്ടികൾ നോക്കൂ, ഇച്ചിരി കാൽക്കുലേഷനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം വോളിയം എനിക്ക് കിട്ടുന്നു 56,364. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്തുവാ ഇതിൻ്റെ യൂണിറ്റ്? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തവന്മാരെല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഈ കിട്ടിയതും സെൻറ്റിമീറ്ററാണ്. അപ്പം വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്. ചോദ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് ദ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ലിറ്റർ. ലിറ്ററിൽ വേണം കപ്പാസിറ്റി പറയാൻ. അപ്പോൾ അടുത്ത ജോലി എന്താ? സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. എങ്ങനെ എൻ്റെ കുട്ടികളെ സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റുന്നത്? അതൊന്നുമില്ല, സിമ്പിളല്ലേ. 1000 കൊണ്ടങ്ങ് ഹരിച്ചാൽ പോരെ. അപ്പം 56,364 സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഞാൻ 1000 കൊണ്ടങ്ങ് ഹരിക്കും. 1000 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 3 സ്ഥാനം മാറ്റി കുത്തിടുന്നു. അപ്പം നമ്മുടെ ആൻസർ എത്ര? 56.364 ലിറ്റർ വെള്ളമാണ് അതിൽ കൊള്ളുന്നത്. സിമ്പിളല്ലേ? അത്ര സിമ്പിൾ അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒരു സമാധാനത്തിന് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോയാലോ? ശരി, ഇക്വേഷനൊക്കെ ഓർത്തിരിക്കണേ. ക്യാപിറ്റൽ ആർ എന്താ, സ്മാൾ ആർ എന്താ, എച്ച് എന്താ. ഞാൻ പറഞ്ഞില്ലേ, ആ കോണിൻ്റെ ഇക്വേഷന് സിമിലർ ആ. 1/3 πr². എച്ചിൻ്റെ സ്ഥാനത്ത് 1/3 πh. r² സ്ഥാനത്ത് എല്ലാവരെയും ഒന്ന് കൺസിഡർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി നോക്കേണ്ട കുട്ടികൾ, കോഡിങ് ആണ്, സിമ്പിളാന്നേ. ശരി, ഒന്ന് എഴുതിക്കോട്ടെ.
ആദ്യം കേരളയെ കോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. KERALA. ശരി, എങ്ങനെ കോഡിങ് നടന്നിരിക്കുന്നേ? കോഡൊന്ന് എഴുതി വെക്കാം. OIVE മതി, എല്ലാം കൂടെ ഒന്ന് എഴുതി സമയം കളയണ്ട. ശരി, നോക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാം. കെയുടെ കൂടെ 4 ആൽഫബറ്റ് കഴിയുമ്പോഴല്ലേ O വരുന്നേ. LMN അത് കഴിഞ്ഞു OJKLMNOP അല്ലേ, 4 കൂട്ടുമ്പം. EFGH കഴിഞ്ഞ് 4ാമതായിട്ട് I, അപ്പം 4 കൂട്ടുന്നു. ഇനി നോക്കണമെന്നില്ല, ഏകദേശം ആ പാറ്റേൺ തന്നെ. 6 കഴിഞ്ഞ് STU കഴിഞ്ഞ് V, 4 കൂട്ടി 4 കൂട്ടി 4 കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതേ പാറ്റേൺ തന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നത്. മൊത്തം ചെയ്തുകൊണ്ടൊന്നും ഇരിക്കല്ലേ. ശരി, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒറീസയുടെ കോഡ് കണ്ടുപിടിക്കണം. എഴുതി വെച്ചാലോ, ORISSA. എന്ത് ചെയ്താൽ മതി? 4 കൂട്ടി 4 കൂട്ടി 4 കൂട്ടി വിട്ടാൽ പോരെ, വലിച്ചു വാരി എല്ലാം കൂടെ വേണ്ട. നമുക്കൊരു ശരി ഇത്രയാകുമ്പോൾ കിട്ടും. നോക്കാം. ഓയുടെ കൂടെ ഒരു 4 കൂട്ടുന്നു, എത്ര വരും? S വരും അല്ലേ. PQR അത് കഴിഞ്ഞ് S എഴുതിക്കോട്ടെ. അപ്പം S, അപ്പം എസ്സിൽ തുടങ്ങുന്ന ചോയ്സാണെന്ന് ഉറപ്പിക്കാം. എസ്സിൽ തുടങ്ങുന്ന 2 വരെയുള്ള A എന്ന ചോയ്സും C എന്ന ചോയ്സും. ശരി, 6ൻ്റെ കോഡ് അന്വേഷിച്ച് എങ്ങും പോണ്ട, ഇവിടെ കിടപ്പുണ്ട്. 6ൻ്റെ കോഡ് എത്രയാ? V ആണ്. V ഇട്ട് കൊടുത്തു. അപ്പം ഒന്ന് ചോയ്സിലോട്ട് പോയി SV. ഇവിടെ SV. അടുത്ത ആളിൽ കൂടെ കിട്ടും കേട്ടോ. അടുത്തത് പറ. I കഴിഞ്ഞൊരു 4 ആൽഫബറ്റ് കഴിയണം. I കഴിഞ്ഞ് 4 കഴിഞ്ഞാൽ ആരാ? MLA. കഴിഞ്ഞല്ലോ, കിട്ടിയല്ലോ, ആൻസറായി. ബാക്കിയൊന്നും ചെയ്ത് നോക്കല്ലേ, അവിടെ കൊണ്ട് നിർത്തിക്കോ. നമ്മുടെ ആൻസർ വേണ്ട C ആണ്. C. വേണ്ട ഇവനാണ് നമ്മുടെ ആൻസർ. അപ്പോൾ കോഡിങ് വരുമ്പോൾ എപ്പോഴും എൻ്റെ കുട്ടികൾ തന്നിരിക്കുന്ന എല്ലാത്തിനും എടുത്ത് കോഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് ആ പാറ്റേൺ ഒന്ന് കിട്ടുക. പിന്നെ ചോയ്സിലേക്ക് എപ്പോഴും പോകണം. ചോയ്സ് നമ്മുടെ കയ്യിൽ ഒരു ശ്രദ്ധ വേണം. ഏകദേശം എത്ര ആൽഫബറ്റ് കഴിയുമ്പോൾ ആ ചോയ്സിലേക്ക് കയറി ചെല്ലാമെന്ന് നോക്കിയാൽ മതി. ഇപ്പം തന്നെ 3 കോഡ് ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടിയെന്നേ. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. ഒരു കുടുംബ ചടങ്ങിനിടയിൽ ഒരു സ്ത്രീ, അപ്പം ഞാനൊന്ന് എഴുതാം. ഒരു സ്ത്രീ എങ്ങനെ കൊടുക്കുക? ഫീമെയിൽ എന്ന് കൊടുക്കട്ടെ. ഒരു സ്ത്രീ, ഫീമെയിൽ. ശരി. ഒരു പുരുഷനെ, അപ്പോൾ ഒരു മെയിലുണ്ട്, അവരുടെ അടുത്തൊരു മെയിലുണ്ട്. ശരി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള കഥയാ. ഈ സ്ത്രീ എന്താ പുരുഷനോട് പറയുന്നേ? എൻ്റെ അമ്മ. അപ്പം ഈ ഫീമെയിൽ കുട്ടിയുടെ അമ്മ, മദർ. ശരി, അവരുടെ അമ്മയാട്ടോ. എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ, ഈ മെയിലിൻ്റെ അമ്മ. അപ്പം മെയിലിൻ്റെ അമ്മ ഇവിടെ കൊടുക്കാം. ഓക്കെ ആണോ? മെയിലിൻ്റെ അമ്മയുടെ ഏക മകളാണ്. എന്താ? ഒന്നും കൂടെ. എൻ്റെ അമ്മ. ശരി, ഇതേണ്ട ആ കുട്ടിയുടെ അമ്മ. ഇതാരെന്നാ പറയുന്നേ? അവൻ്റെ അമ്മയുടെ. ദേണ്ട അവൻ്റെ അമ്മ ദേണ്ട കിടക്കുന്നു. അവൻ്റെ അമ്മയുടെ ഏക മകളാന്നാ പറയുന്നത്. അപ്പം ഇത് അവൻ്റെ അമ്മ, അമ്മയുടെ ഏക മകളാണ് ആ കുട്ടിയുടെ അമ്മ. ഓക്കെ ആണോ? കണക്ഷൻ കിട്ടിയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പോൾ ഒന്ന് പറഞ്ഞ്, ഇതൊക്കെ ആരാ? ഇതാ കുട്ടി, ഇത് കുട്ടിയുടെ അമ്മ, ഇത് കുട്ടിയുടെ അമ്മയുടെ അമ്മ, കുട്ടിയുടെ അമ്മൂമ്മ അല്ലേ? ആ അമ്മൂമ്മയുടെ മോനാണ് ഇയാൾ. അപ്പോൾ ഇവരാരാ? ഈ അമ്മൂമ്മയുടെ 2 കുട്ടിയെ വെച്ചാൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഈ അമ്മയുടെ, വലിയ അമ്മൂമ്മയുടെ 2 മക്കളാണ് ഇവർ രണ്ടുപേരും അല്ലേ? എന്താ അറിയണ്ടേ? ആ സ്ത്രീക്ക് ആ പുരുഷനുമായിട്ടുള്ള ബന്ധമാണ് അറിയേണ്ടത്. ഈ കുട്ടിയും ഈ പുരുഷനുമായിട്ട് എങ്ങനെയാ റിലേഷൻ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾ പറ. ആ വ്യക്തിയുടെ സിസ്റ്ററിൻ്റെ മോളല്ലേ ഇത്? ഒന്നും കൂടെ, അയാളുടെ സിസ്റ്ററാണ് ഇവർ. ആ സ്ത്രീയുടെ മകളാണ് ഈ പറയുന്ന ഫീമെയിൽ കുട്ടി അല്ലേ? അപ്പോൾ ആരാ അത്? മരുമകളല്ലേ? വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. പിന്നെ ആരാ? സഹോദരിയല്ല, ഭാര്യയല്ല. അപ്പോഴേ നമുക്ക് കൺഫേം ചെയ്യാം, മരുമകളാണ്. കൺഫേം ചെയ്യരുതോ? ആൻസർ മരുമകൾ. സിസ്റ്ററുടെ മോള് മരുമകൾ, അത്രേ ഉള്ളൂ. എളുപ്പമുള്ളൊരു റിലേഷനാണ്. ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മാത്രം മതി എൻ്റെ കുട്ടികൾ. അടുത്ത പറയാമല്ലോ. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്ത പദം കാണാൻ. ആ ശ്രേണി ഒരു ഇച്ചിരി കോംപ്ലക്സ് ആണല്ലോ. അപ്പോഴാണ് ചോയ്സിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട്. ചോയ്സിലേക്ക് പോകുമ്പോൾ അതേണ്ട ഒരു സ്ക്വയർ കിടക്കുന്നു, ക്യൂബ് കിടക്കുന്നു.
വേണ്ട വേറൊരു ക്യൂബ് കിടക്കുന്നു, 11ൻ്റെ ക്യൂബ് കിടക്കുന്നു, 9ൻ്റെ. അപ്പം ക്യൂബുമായിട്ട് റിലേറ്റഡ് ആയി ശ്രേണി അവിടുന്ന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അല്ലേ. ഇനി ക്യൂബുമായിട്ട് എങ്ങനെ ഇവനെ കണക്ട് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, 14നെ എങ്ങനെ കണക്ട് ചെയ്യാം എൻ്റെ കുട്ടികൾ പറ. 2 ക്യൂബിൻ്റെ കൂടെ 6 കൂട്ടുന്നതല്ലേ 14. 2 ക്യൂബ് 8ആണ്, 8ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 14. അടുത്തതപ്പം എങ്ങനെ? 3 ക്യൂബിൻ്റെ കൂടെ 7 കൂട്ടി. 3 ക്യൂബ് 27, 27ൻ്റെ കൂടെ 7 കൂട്ടിയാൽ എത്ര? 34. കൊള്ളാലോ. അടുത്തതോ 4 ക്യൂബിൻ്റെ കൂടെ ഒന്നും കൂട്ടിയതല്ല. അപ്പം അതെന്താ? 5 ക്യൂബിനടുത്ത് കിടക്കുന്ന ആളാണ്. അപ്പം 5 ക്യൂബിൻ്റെ കൂടെ 8 കൂട്ടി. 5 ക്യൂബ് 125, 125 8 133. അപ്പം 2, 3, 5 പ്രൈം നമ്പേഴ്സ് ആണല്ലോ. അടുത്ത പ്രൈം നമ്പർ 7. 7 ക്യൂബിൻ്റെ കൂടെ അപ്പം എത്ര കൂട്ടിയിരിക്കുന്നത്? 9. ശരി, 7 ക്യൂബിൻ്റെ കൂടെ 7 ക്യൂബ് എത്രയാ? 7 ഗുണം 7 49. 49 ഗുണം 7 പഠിച്ചു വെക്കണം ക്യൂബൊക്കെ കേട്ടോ. 9 ഗുണം 7 63, 7 4 28, 343. അതിൻ്റെ കൂടെ 9 കൂട്ടി എത്ര? 352. ശരി, അപ്പോൾ ആ പാറ്റേൺ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി എൻ്റെ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പറയുന്നോട് 2, 3, 5, 7. നെക്സ്റ്റ് പ്രൈം നമ്പർ 11. അപ്പം 11ൻ്റെ ക്യൂബിൻ്റെ കൂടെ ഇനി എത്ര കൂട്ടണം? 6 കൂട്ടി, 7 കൂട്ടി, 8 കൂട്ടി, 9 കൂട്ടി, ഇനി 10 കൂട്ടണം. 11ൻ്റെ ക്യൂബ് എത്രയുണ്ട് കുഞ്ഞുങ്ങളെ? 1331. അതിൻ്റെ കൂടെ ഒരു 10 കൂടെ കൂട്ടിയാൽ നമ്മുടെ ആൻസറായി 1341. എളുപ്പമല്ലേ? അടുത്ത പറയട്ടെ, അടുത്ത ചോദ്യം. MNO ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. ശരി, എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം ഡയറക്ഷൻ ഒന്ന് എഴുതി വെക്കട്ടെ ഞാൻ. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. നിങ്ങൾക്കറിയാമല്ലോ, പറയണ്ടല്ലോ. ശരി, എമ്മിൽ നിന്ന് കിഴക്കൊരു 20 കിലോമീറ്ററാണ്. അപ്പം ഞാൻ ആദ്യം എമ്മിനെ പ്ലേസ് ചെയ്ത് എമ്മിനെ വെച്ചുകൊണ്ടായി ചോദ്യം പോകുന്നത് കേട്ടോ. എമ്മിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്തിലാണ് ആരുള്ളത്? എൻ എന്ന സ്ഥലമുള്ളത്. അപ്പം ഇത് എൻ. ഓക്കെ ആണോ? എന്നിൻ്റെ പൊസിഷൻ കിട്ടി. ഇനി എന്താ? O ആണെങ്കിൽ എമ്മിൽ നിന്ന് തെക്കോട്ടൊരു 15 കിലോമീറ്ററാണ് അല്ലേ. അപ്പം O എന്ന് പറയുന്നത് തെക്കോട്ട് ഒരു 15 കിലോമീറ്ററാണ്. അപ്പം ഇത് 15. ഇവിടെ ആരുണ്ട്? എമ്മിൽ നിന്ന് 15 കിലോമീറ്റർ അകലത്തിൽ നമ്മുടെ O എന്ന പട്ടണമുണ്ട്. കഴിഞ്ഞ് എന്താ അറിയണ്ടേ? എന്നിനും ഓയ്ക്കും ഇടയിലുള്ള ദൂരം എത്രയാണ്? വേണ്ട ഈ ദൂരം എത്രയാണെന്നറിയണം. ഇതെന്താ? ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ അസ്യൂം ചെയ്യരുതോ. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് അല്ലേ എൻ്റെ കുട്ടികളെ കാണേണ്ടത്. ഓക്കെ ആണോ? ഞാൻ ചുമ്മാ ഒന്ന് പേര് കൊടുത്തോട്ടെ. AB ഈ ഒരു ലെങ്താണ് കാണേണ്ടത്. ശരി, പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞ എന്നോട്. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. പാദത്തിന് ഇവിടെ 20 എടുക്കാം, ലംബത്തിനെ 15 എടുക്കാം. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരി, പ്രൊസീഡ് ചെയ്താട്ടെ. അപ്പോൾ AB എന്ന വശത്തിൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 20ൻ്റെ സ്ക്വയർ 400, 15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ AB സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാൽ 625. അത് AB സ്ക്വയറാണ്. അപ്പോൾ AB എന്ന ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 625ൻ്റെ റൂട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. നമ്മുടെ ആൻസർ എത്രയാ? 25 കിലോമീറ്റർ. സിമ്പിൾ ഒരു ചോദ്യം, ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളിലൊന്ന്. മലയാളം ക്വസ്റ്റ്യൻ വായിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യുന്നതായി തോന്നിയാൽ ഉടനെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പറഞ്ഞോട്ടെ അടുത്തത്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? മുന്നോട്ട് പോകാം നമുക്ക്. ശരി, ABC എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. എയിൽ ഓരോ 45 മിനിറ്റിലും, ബിയിൽ ഓരോ മണിക്കൂറിലും, സിയിൽ ഓരോ 2 മണിക്കൂറിലും ബെല്ല് മുഴങ്ങും. കൊള്ളാലോ പരിപാടി. അപ്പോൾ ഒന്ന് എഴുതാം, ABC. ശരി, പറയൂ. എയിൽ ഓരോ 45 മിനിറ്റിലും ആ ബെല്ല് മുഴങ്ങുന്നത്, ബിയിൽ ഓരോ മണിക്കൂറിലും മുഴങ്ങുന്നു, സിയിൽ ഓരോ 2 മണിക്കൂറിലും മുഴങ്ങുന്നു. ഇനിയും പറയുന്നത് 3 സ്ഥാപനങ്ങളിലും രാവിലെ 9 മണിക്ക് ആദ്യത്തെ ബെല്ല് മുഴങ്ങി, ഒരുമിച്ച് മുഴങ്ങി. വീണ്ടും അവയെല്ലാം ഒരുമിച്ച് അടിക്കുന്ന എപ്പോഴെന്നാണ് അറിയേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽ തന്നിട്ട് അത് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന ടൈം ഇൻ്റർവെൽ കാണേണ്ട ചോദ്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM കാൽക്കുലേറ്റ് ചെയ്യണം.
ഇവിടെയും LCM കാൽക്കുലേറ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നമുണ്ടല്ലോ, യൂണിറ്റ് എല്ലാം മാറിക്കിടക്കുക. ഒരേ യൂണിറ്റ് കൊണ്ടുവന്നാലല്ലേ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ. യൂണിറ്റ് സെയിം ആക്കിയാലോ? എല്ലാവരെയും മിനിറ്റ് കൊണ്ടുവരാം. പറ. A പിന്നെ കുഴപ്പമില്ല, 45 മിനിറ്റ് തന്നെ. B 1 മണിക്കൂർ, അതിനെ മിനിറ്റ് കൊണ്ടുവരുമ്പോൾ അവൻ ആരായി? 60 മിനിറ്റായി. C 2 മണിക്കൂർ, അവനെ മിനിറ്റ് കൊണ്ടുവരുമ്പോൾ അവൻ ആരായി? 120 മിനിറ്റായി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ LCM അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ. ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിൻ്റെ LCM അങ്ങ് കണ്ടാൽ പോരെ. ഷോർട്ട് കട്ട് വേണമെങ്കിൽ കാണാം, വലിയ സംഖ്യ വെച്ചുകൊണ്ട് LCM വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്നാലും ഞാൻ എഴുതി അങ്ങ് ചെയ്യട്ടെ. ചിലവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഞാൻ എഴുതി ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചേ. 45-ൻ്റെയും 60-ൻ്റെയും 120-ൻ്റെയും LCM ഞാൻ കാണാൻ പോവാം. ആദ്യം എന്താ ചിന്തിക്കണ്ടേ? ഈ 3 പേരെയും ഒരേപോലെ ഹരിക്കാൻ പറ്റുമെങ്കിൽ ഹരിക്കണം. എത്ര വെച്ച് ഹരിക്കാം? 3 പേരെ ഒരേപോലെ 15 വെച്ച് പെട്ടെന്ന് അങ്ങ് ഹരിക്കരുതോ? ജോലി പെട്ടെന്ന് തീരത്തില്ലേ? 45-നെ 15 കൊണ്ട് ഹരിച്ചാൽ 3, 60-നെ 15 കൊണ്ട് ഹരിച്ചാൽ 4, 120-നെ 15 കൊണ്ട് ഹരിച്ചാൽ 8. ഇനി 3 പേരെയും കൂടെ ഒരേപോലെ ഒന്നും ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേരെയെങ്കിലും വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടണം. എങ്ങനെ വെട്ടാം? 4 വെച്ച് വെട്ടരുതോ? 3-നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 അതുകൊണ്ട് അതേപോലെ താഴോട്ടിറക്കി. 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, 8-നെ 4 കൊണ്ട് ഹരിച്ചാൽ 2. കഴിഞ്ഞ് പരിപാടി. അപ്പം നിങ്ങൾ പറ, ഇവരുടെ LCM എത്രയാ? ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. ഇവരുടെ LCM എത്രയാണെന്ന് ചോദിച്ചാൽ 15 ഗുണം 4 ഗുണം 3 ഗുണം 1 ഗുണം 2. അപ്പോൾ എത്രയാണ് കിട്ടുക? 15 ഗുണം 4 60, 60 ഗുണം 3 180, 180 × 2 360 മിനിറ്റ് ആണ് LCM എന്ന് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ 360 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാ? 360 മിനിറ്റ് എത്ര മണിക്കൂറാണെന്നറിയാൻ 60 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ പോരെ. അപ്പം 6 മണിക്കൂർ എന്ന് കിട്ടും. ക്ലിയർ ആയോ ഇത്രയും? അപ്പം നമുക്ക് LCM കിട്ടി. LCM 6 മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ കഴിയുമ്പം വീണ്ടും ആ ബെല്ലുകൾ ഒന്നിച്ച് റിങ് ചെയ്യുമെന്നാണ് അതിൻ്റെ മീനിങ്. ശരി, ആദ്യം എപ്പോഴാണ് ഒരുമിച്ച് റിങ് ചെയ്തേ? രാവിലെ 9 മണിക്ക് ഒരുമിച്ച് റിങ് ചെയ്ത്. ഇനി എപ്പോഴാ? 6 മണിക്കൂറും കൂടെ കഴിയുമ്പം വീണ്ടും ഒരുമിച്ച് റിങ് ചെയ്യും. 9 മണിയുടെ കൂടെ 6 മണിക്കൂർ കൂട്ടിയാൽ 3 മണിക്കൂർ കൂട്ടുമ്പം 12ആയി. പിന്നെ ഒരു 3 മണിക്കൂറും കൂടെ. അപ്പോൾ ആ ബെല്ലെല്ലാം കൂടെ ഒരുമിച്ച് ഇനി റിങ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വൈകിട്ട് 3 മണിക്കാണ് അവരെല്ലാവരും കൂടെ വീണ്ടും ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കുറച്ചേറെ ടൈറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഡിഗ്രി മെയിൻസ് അല്ലേ, അതിൻ്റേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. മനസ്സിലായായിരുന്നോ? ശരി, എല്ലാം ഒന്നും കൂടെ ഒക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നന്നായി പഠിച്ചു മുന്നോട്ട് പോകാം എൻ്റെ കുട്ടികൾ കേട്ടോ. വീണ്ടും അടുത്ത ഡിസ്കഷൻ സെഷനുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. കണക്കിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾ. ഓക്കെ, താങ്ക് യു.